ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 31 റിവ്യൂ പറയാം. റിവ്യൂ പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് എൻ്റെ മോർണിംഗ് സോങ് ആണ് കാണിക്കുന്നത്. മോർണിംഗ് സോങ് ഏതായിരുന്നു എന്ന് വെച്ചാൽ ഗോവിന്ദ ഗോവിന്ദ ആലാരെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ മേളം താ, ആ പാട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജിഷിൻ കിച്ചണിൽ വഴക്കാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മുടെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യണേന്ന് പറഞ്ഞ പോലെ കിച്ചണിലുള്ള വഴക്കാണ് കാണിക്കുന്നത്. അതായത് ജിഷിൻ ഉണ്ടാക്കി വെച്ച, അതെ, ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാക്കി വെച്ച ചമ്മന്തി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവർ ഒരു സാമ്പാറാണെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സാമ്പാറും അല്ല, രസവും അല്ല, എന്താണ്ട് വെള്ളത്തിൽ കുറേ മസാലയൊക്കെ കലക്കി 2 സവാളയും 2 ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട പോലത്തെ ഒരു കറി ഉണ്ടാക്കി വെച്ചേക്കണ്. അപ്പം അതാണ് കൊടുക്കണത്. ഇങ്ങനെ പിശിക്കണ എന്തിനാണ്? വീക്ക് ഫസ്റ്റ് അല്ലേ ആയിട്ടുള്ളൂ. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സാധനങ്ങൾ കഴിയുമ്പോൾ പിശിക്കുക പോലെ ഇപ്പം തന്നെ എന്തിനാണ് പിശിക്കണത് എന്നൊക്കെയാണ് പറയണത്. അതിനുശേഷം പിന്നെ എല്ലാവർക്കും ഗോതമ്പ് ദോശയാണ് കൊടുക്കുന്നത്. 2 ഗോതമ്പ് ദോശ, അതായത് കുഞ്ഞ് ദോശയാണ്, ഒരു പപ്പടത്തിൻ്റെ അത്രയും കൂടെ വലിപ്പമില്ലാത്ത സാധനമാണ്. എല്ലാവർക്കും അതും 2 കൗണ്ട്, അതായത് 2 എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആരുടെ വയറെന്ന് അറിയാനാണ് ഇത്ര പോകുന്ന ദോശ 2 എണ്ണം വെച്ചാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ തരുന്നത്, ഒന്നില്ലെങ്കിൽ മര്യാദക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ലത് തരണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അനിമോള് പറയുന്നത് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ നിവിൻ ക്യാപ്റ്റനാണല്ലോ, നിവിൻ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, അനിമോളിനെ ഈ ലക്ഷ്മിയൊക്കെയാണ് ഇതായി നിൽക്കണത്, ഭയങ്കര ഇങ്ങനെ തരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ കഴിക്കാനാണ്, നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഇത് മോശമായിട്ട് എന്നുള്ള രീതി. അത് ശരിയാണ്, ഇതൊക്കെ മോശമായിട്ടാണ്. പക്ഷെ നമ്മൾ ഇത് എന്താ പറയുക, സാധനങ്ങൾ ഒരാഴ്ചക്ക് കൊണ്ടുപോകേണ്ടതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം നിവിൻ വന്നിട്ട് ലക്ഷ്മിനെയും നമ്മുടെ അനുമോളെയും ജിഷിനെയും കിച്ചൺ ടീമിൽ നിന്ന് മാറ്റി ബാത്റൂം ടീമിലേക്കാക്കി. എന്നിട്ട് അനുക്കും ലക്ഷ്മിക്കും പകരം അവിടെ ഓനിയലിനെയും ജിസേലിനെയും കിച്ചൺ ടീമിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ജിഷിന് ഒബ്ജക്ഷൻ ഉണ്ട്, ഞങ്ങളെ മാറ്റിയതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് ഞങ്ങൾ വെറും പട്ടികളല്ല, പട്ടിക്ക് തരുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വിളമ്പുന്നിടത്തും ഒരു ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വി നീഡ് റെസ്പെക്റ്റ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും അത് ശരിയാണ്, കാരണം വേണമെങ്കിൽ തിന്നാൽ മതി, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അനുമോൾ അവിടെ കൊടുക്കണത്. അതുകൊണ്ട് അവരുടെയൊക്കെ ബാത്റൂം ടീമിലേക്ക് ഇട്ട്. അപ്പം അനുമോൾ പുറത്ത് വന്നിരുന്ന് പറയണേ എനിക്കിത് വേണം, എല്ലാവർക്കും ഞാൻ ഒരുപാട് കൊടുത്തുകൊണ്ടാണ്, എല്ലാവർക്കും ഒരുപാട് ഉണ്ടാക്കി കൊടുത്തൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ, അനുമോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അല്ലല്ലോ, അവിടെ കൊടുക്കുന്ന റേഷനിൽ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഒരു ഇതാണ്. അതുകൊണ്ട് കിച്ചൺ ടീമായി അവർ കൊടുത്തേ പറ്റൂ, അല്ലാതെ എടുത്ത് വെച്ചിട്ട് എന്തോ സ്വന്തം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കണ പോലെയാണ് അനുമോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയണേ, ഇത് ചോദിക്കാൻ വരുന്നവരോട് പറയാണ് ഇവിടെ ഇപ്പോൾ വലിയ പണിയൊന്നും ആരും എടുക്കണമൊന്നുമില്ലല്ലോ, വെറുതെ AC ഇട്ടിട്ട് ചുമ്മാ അവിടെ എവിടെ ഇരിക്കല്ലേ, ഒരു ദോശ തിന്നാലേ വയറെന്നറിയാം, അവർക്കൊക്കെ 2 ദോശ തിന്നാൽ മതി. അപ്പം ഈ മെഡിസിൻ കഴിക്കണവർ, നമ്മുടെ ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കുന്നതാണ്. അതുപോലെ അക്ബറിനൊക്കെ ഈ കുഞ്ഞി 2 ദോശ കിട്ടിയാൽ എന്താവാനാ, ആർക്കും ഒന്നും ആവില്ല. അവിടെ പണിയെടുത്തോ ഇല്ലയോ, കാരണം ഒരു ടൈമിൽ ഫുഡ് കൊടുത്താൽ പിന്നെ അടുത്ത ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് വൈകിട്ടാണ് ഇവർ ഫുഡ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ ആദില, നൂറ, ഈ മസ്താനിയൊക്കെ ചോദിക്കാൻ വരുന്നവരോടാണ് പറയണത് ഇവിടെ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിലെ പറയുന്നുണ്ട് നമ്മൾ കുഞ്ഞിതാ കൊടുക്കണത്, നീ അത് എന്താണ് മനസ്സിലാക്കാത്തത്, നമുക്കിപ്പോൾ സാധനങ്ങളുണ്ട്, പഴയതുപോലെയല്ല റേഷൻ എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നത് അത് മതി എന്നുള്ള രീതിയിലാണ് അനുമോള് പറയുന്നത്. ഞാൻ എല്ലാവർക്കും കുറേ ചോറും ദോശയും കറിയും ഒക്കെ കൊടുത്ത് എല്ലാവരും ഞാൻ ശീലിപ്പിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിലേക്ക് എന്താ അനുമോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കണ പോലെ ആണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അതിലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അനുമോൾ എണീച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്മോക്കിംഗ് റൂമിൽ നിന്ന് നിവിൻ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളും ബൂസ്റ്റും ഹോർലിക്സും കുടിച്ചൊക്കെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഇവള് മാത്രമല്ല അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിവിനും പറയുന്നുണ്ട്. എന്നിട്ട് പൗഡർ റൂമിൽ വന്നിരുന്നിട്ട് നൂറയോട് അനുമോൾ സംസാരിക്കുകയാണ്. ഇവർ പറയുമ്പോൾ ഞാൻ വാഷ്റൂം ടീം ആവണം, ഇവർ പറയുമ്പോൾ ഞാൻ കുക്കിംഗ് ടീം ആവണം, എന്താണ് ഇവർ പറയണ പോലെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് ശരിയല്ല, ഉണ്ടാക്കിയ ഫുഡ് ഒട്ടും കൊള്ളില്ല, ദോശയാണെങ്കിൽ കുഞ്ഞിത്, സാമ്പാറാണെങ്കിൽ രസത്തിനേക്കാളും അപ്പുറമായിട്ടാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കാൻ ചോദിക്കുമ്പോൾ അനുമോൾ തിരിച്ചു ചോദിക്കണ മറുപടിയാണ്
കഴിക്കണ്ടല്ലോ എന്നിട്ട് എല്ലാവരും കഴിക്കാതെ ഒന്നും ഇരിക്കണില്ലല്ലോ എന്നാണ് അനുമോൾ ചോദിക്കുന്നത്. അപ്പോൾ നോറൽ പറയുന്നുണ്ട് കഴിക്കല്ലാതെ വേറെ എന്ത് ചെയ്യും, വേറെ എടുത്ത് കളയാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയാൻ പറ്റുമോ, ഞങ്ങൾക്ക് കിട്ടുന്നത് കഴിച്ചിട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് നൂറയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വാഷ്റൂം ഏരിയയിലും വാഷ്റൂം ക്ലീൻ ആക്കണേ ജിഷിനുണ്ട്, ആദിലുണ്ട്, നമ്മുടെ അനുമോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അനുമോളോട് ആദില പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് ഇവിടെ ഞാനെപ്പോഴും വീട്ടിൽ എങ്ങനെയാണോ നിൽക്കണത് അങ്ങനെയാണ് ഇവിടെ നിൽക്കണമെന്ന്. അപ്പം നീ വീട്ടിൽ നിൽക്കണ പോലെയാണോ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലുള്ള പോലെ ഇപ്പോൾ ഇവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ വീട്ടിലുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട് അത്ര സൗകര്യം ഇല്ലെങ്കിലും ഇപ്രാവശ്യം റേഷൻ നിറയെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അനു പറയണത് എന്താണെന്ന് വെച്ചാൽ ബിന്നിൻ്റെ കിച്ചൺ ടീമിൽ നിൽക്കുമ്പോഴും 2 ദോശയാണ് എല്ലാവർക്കും കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ബിന്നിൻ്റെ ടീമിൽ 2 ദോശ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു ദോശയല്ലായിരുന്നു, അത് വലിയ ദോശയാണ് 2 കൊടുത്തിരുന്നത്. നീ 2 കണക്കെടുക്കാണ്ട് ദോശൻ്റെ ഒരു അളവും കൂടെ നീ നോക്കണം എന്നുള്ള രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പോൾ ആദിലയോട് നമ്മുടെ അനുമോള് പറയുകയാണ് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ ആദില പറയേണ്ട നീ സംസാരിക്കില്ല, കാരണം നീ സംസാരിച്ചാൽ നീ തോറ്റുവും, അതുകൊണ്ട് നിനക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ പണിപ്പുരയിലേക്ക് പ്രവേശനം, നമ്മുടെ വൈൽഡ് കാർഡ്സിന് പ്രവേശിക്കാവുന്ന ഇതാണ്. അവർ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരുന്ന സമയത്ത് ജിഷിൻ മാത്രമാണ് പുറത്തേക്ക് ബസർ അടിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതും ബസർ അടിക്കും, ബസറിന് മുമ്പൊന്നും എത്തിയിട്ടില്ല, ബസർ അടിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മുടെ ഹൗസ് മേറ്റ്സ് പോയിട്ട് എല്ലാവരും കൂടെ തടഞ്ഞു, ഇല്ല ഇത് ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊക്കെ ബോംബാണ്, ഹൗസ് മേറ്റ്സിനുള്ള പണിയാണ്, ഇവർക്കൊരു കാരണം കിട്ടിയിരിക്കുകയാണ്, ബസർ അടിച്ച ശേഷമാണ് പുറത്ത് വന്നത്, എന്ത് കാരണവശാലും അത് പുറത്തേക്ക് അല്ല അകത്തേക്ക് കയറ്റരുത് എന്നുള്ള ഇതിൽ അവർ നിൽക്കുകയാണ്. അവർ പറയണേ ഇല്ല പറ്റില്ല, ഇതൊക്കെ അകത്തേക്ക് എറിഞ്ഞോ, അകത്തേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചോ, നിങ്ങൾ ബസർ അടിച്ച ശേഷമാണ് പുറത്തേക്ക് വന്നേക്കണേന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനവും ഇവരുടെ. അപ്പം ജിഷിൻ വിടില്ല, ജിഷിൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ ബസറിന് മുമ്പ് പുറത്തേക്ക് വന്നു, ബസർ അടിച്ചത് എൻ്റെ കാലത്ത് പുറത്തേക്ക് കുത്തിയിട്ടുണ്ട് എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്. പക്ഷേ അക്ബർ സമ്മതിക്കണില്ല, ഇല്ല ബസർ അടിച്ചതിന് ശേഷമാണ് നിങ്ങൾ പുറത്തേക്ക് വന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് സാധനം എടുത്തിട്ട് അകത്തേക്ക് എറിയാണ്. ഇവരുടെ സാധനമൊക്കെ കയ്യിൽ നിന്ന് മേടിച്ച് എറിയാണ്, പക്ഷെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ജിഷിൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇല്ല ബസർ അടിച്ചതും ഞാൻ പുറത്തെത്തി എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ആ ലൈനിൽ പോയി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നിവീനോട് ചോദിച്ചു ബസർ അടിച്ച് ആരൊക്കെയാണോ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ തിരിച്ചു വെക്കണം പറഞ്ഞു. നിവീൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. നിവീനെ സംബന്ധിച്ചിടത്തോളം ബസർ അടിച്ചപ്പോൾ ജിഷിൻ പുറത്തെത്തിയിട്ടുണ്ട്, നിവീൻ അത് കണ്ടിട്ടുണ്ട്. അപ്പം നിവീൻ പറയുന്നുണ്ട് എനിക്ക് അത്ര മൈന്യൂട്ട് കൗണ്ട് ചെയ്തിട്ട് ഇതാക്കാനൊന്നും അറിയില്ല, എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് തന്നെ ഒരു തീരുമാനം പറയുമോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജിസേൽ വന്ന് പറയുന്നുണ്ട് ബസർ അടിക്കുന്നതിന് മുന്നേ പുറത്തു നിന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ആലോചിച്ചു, ബസർ അടിക്കുന്നതിന് മുന്നേ ബസർ അടിച്ചിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ആരും പുറത്ത് വന്നിട്ടില്ല ബിഗ് ബോസ്, എല്ലാവരും അകത്ത് തന്നെയായിരുന്നു. ബസറിന് ശേഷമാണ് എല്ലാവരും പുറത്തുനിന്ന് എല്ലാവരുടെയും സാധനം ഉള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോഴും നിവിൻ പറഞ്ഞു, അപ്പോഴും ജിഷിൻ ഇല്ല പറയുന്നില്ല, കയറ്റൂല, ഞാൻ ബസറിന് മുമ്പ് അതായത് ബസർ അടിച്ചത് ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്, ഞാൻ കയറ്റൂല പറഞ്ഞിട്ട് ആ സാധനവും പിടിച്ചിട്ട് അവിടെ പുറത്തന്നെ ഇരിക്കുകയാണ്, അകത്തേക്ക് കയറുന്നില്ല. എന്നിട്ട് ഇവർ പ്രവീൺ സാബുവൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ വന്നിട്ടുണ്ട് പുറത്തേക്ക്, പക്ഷെ അവരെന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത് എന്നൊക്കെ പറയുമ്പം അപ്പുറത്ത് ഇരുന്നിട്ട് അനുമോളും ഇവരൊക്കെ പറയുന്നുണ്ട് നമ്മളും ഇതുപോലെ ബസർ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലേ, പിന്നെ ഇവർക്ക് മാത്രം എന്താണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്, അപ്പോൾ അവർക്ക് എടുക്കാമല്ലോ, നമ്മളെടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പം കിച്ചണിലും അങ്ങനെ ഒരു ടോക്ക് വന്നപ്പം അഭിലാഷ് പോയി പറയുന്നുണ്ട് നമ്മളെടുത്തപ്പോൾ പുറത്തിറങ്ങി നമ്മളെ ഒഫൻസ് ചെയ്യാൻ ആരുമില്ല, നമ്മൾ എടുത്തിട്ട് പുറത്തിറങ്ങിയാലും നമ്മളെല്ലാവരും ഒന്നായിരുന്നു, പക്ഷേ ഇപ്പം അവർ കൊണ്ടുവന്നത് നമ്മൾക്കുള്ള പണിയാണ് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഗെയിമാണ്, അത് അകത്തേക്ക് കയറ്റാതിരിക്കുക അത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും അത് കഴിഞ്ഞിട്ട് പിന്നെ ജിഷിൻ അകത്തേക്ക് കയറാൻ പോകുന്നുണ്ട് സാധനങ്ങൾ കൊണ്ട്, ഞാൻ ബസർ അടിച്ചിട്ട് സാധനങ്ങൾ കൊണ്ട് അകത്തേക്ക് കയറാൻ പോകുന്നുണ്ട്. അക്ബർ സമ്മതിക്കുന്നില്ല, അക്ബർ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്, സമ്മതിക്കില്ല, ഈ സാധനം അകത്ത് കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഇതിവിടെ അലൗഡ് അല്ല, കാരണം ബസർ അടിച്ചതിന് ശേഷം നിങ്ങൾ പണിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന സാധനം അകത്തേക്ക് ഞങ്ങൾ കയറ്റാൻ സമ്മതിക്കില്ല പറയുന്നുണ്ട്. സാധനങ്ങൾ പിടിയും വലിയ അകത്തേക്ക് പോകുന്നുണ്ട്, സാധനങ്ങൾ കയ്യിൽ നിന്ന് മേടിച്ച് എറിയുന്നുണ്ട്. അത് എറിയാനുള്ള ഒരു ഇതൊന്നും ഇവർക്കില്ല, കാരണം അവരുടെ സാധനങ്ങൾ കൊണ്ടുപോരേണ്ട എന്ന് പറയാം, പക്ഷെ കയ്യിൽ നിന്ന് മേടിച്ച് വലിച്ചെറിയാൽ ചിലപ്പോൾ അതിൽ പൊട്ടണ സാധനം ഉണ്ടാവും, നല്ല സാധനങ്ങളായിരിക്കും, അതൊക്കെ പിടിച്ച് എറിയാനൊന്നും പറ്റില്ല. പക്ഷെ അക്ബർ അങ്ങനെയൊക്കെ എറിയുന്നുണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ എല്ലാവരും ലിവിങ് റൂമിലേക്ക് വിളിച്ചിരുത്തി ബിഗ് ബോസ്. എന്നിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചു, ക്യാപ്റ്റനോട് ഞാൻ എന്താ പറഞ്ഞത്,
അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ബസർ അടിച്ചതിന് ശേഷം ആരാണോ പുറത്തേക്ക് വന്നത് അവരുടെ സാധനങ്ങൾ മാത്രം അകത്ത് കയറ്റാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ആണ്. അപ്പം അതിനനുസരിച്ചുള്ള തീരുമാനമാണോ? അപ്പോൾ നിവിൻ പറയുന്നത് ബസർ അടിച്ചതിന് ശേഷമാണ് ജിഷിൻ പുറത്തേക്ക് വന്നത്, അതാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ അപ്പം ജിഷിൻ്റെ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി വെക്കേണ്ടതാണ്, അതായത് പണിപ്പുരയിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുപോകേണ്ടതാണെന്ന് പറയുമ്പോൾ ജിഷിനും എല്ലാവരും കളിയാക്കുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് ഈ ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു, ഇത് ബിഗ് ബോസ് പറയണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംസാരം ലിവിങ് ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ജിഷിനോട് അക്ബറൊക്കെ പറയുന്നുണ്ട് നിന്റെ കൂടെയുള്ള ബാക്കി വൈൽഡ് കാർഡ്സ് എല്ലാം തെറ്റാണ് എന്നത് സമ്മതിച്ച് അവർക്ക് കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രം എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരൊക്കെ മിണ്ടാതിരിക്കണം, ഒരു കാര്യം വരുമ്പോൾ എല്ലാം അണ്ണാക്കിൽ പിരിവിട്ടിയ പോലെ ഇരിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ മസ്താനിക്കും പ്രവീണിനും ദേഷ്യം വന്നു. അവർ പറയുന്നുണ്ട് ഞങ്ങൾ ബസർ അടിച്ച ശേഷമാണ് പുറത്തേക്ക് വന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കയ്യിൽ തെറ്റുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ എന്തിനു അഫൻഡ് ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ കാര്യമില്ലല്ലോ ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതാക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ മസ്താനിയും പ്രവീണും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിയും പുറകെ എണീച്ചൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നതാണ് ആദില നൂറ അവരൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആദില നൂറ ഷാനവാസും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ബാത്റൂം ഏരിയയിൽ വെച്ചിട്ട് അനുമോള് പറയുന്നുണ്ട് ഇങ്ങനെ ബാത്റൂം കഴുകാൻ അടുത്ത് ഉച്ചയ്ക്ക് ആകുമ്പോൾ നീ ബാത്റൂം കഴുകണമെന്ന് ജിഷിൻ ചേട്ടൻ പറഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു ഞാൻ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും കുളിച്ചിറങ്ങുമ്പോൾ ബാത്റൂം കഴുകിയിട്ടാണ് കുളിച്ചിറങ്ങാറുള്ളൂ, ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ബാത്റൂം കഴുകിയിട്ടാണ് ഇറങ്ങാറ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ അവൾ അങ്ങനെയല്ല ചെയ്യുന്നത്, പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ മനഃപൂർവ്വമാണ് അനുമോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഷാനവാസിനോട് പറയുകയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡ് കുറച്ച് കൂട്ടി കൊടുക്കാൻ, അതിൽ കിച്ചൺ ടീമാണല്ലോ, അപ്പോൾ കുറച്ച് ഫുഡ് കൂട്ടി കൊടുക്കുക, ഒരെണ്ണം കൂടെ കൊടുക്കുമെന്ന് പറയുമ്പോഴും ആദിലനോട് അനുമോൾ പറഞ്ഞത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരുപാടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറയണ്ട. അങ്ങനെ പറയണ്ട, അവള് പറഞ്ഞത് തെറ്റാണെന്ന് ന്യൂറ് പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ന്യൂറ് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലിവിങ് റൂമിൽ ഈ സാധനങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ജിഷിൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഞങ്ങൾ മേടിച്ചിട്ട് വന്ന സാധനങ്ങൾ, അതായത് ഞങ്ങളുടെ വാല്യുബിളായ സാധനങ്ങൾ എടുത്തിട്ട് അക്ബറിന് എറിയാൻ ആരാണ് അധികാരം കൊടുത്തത്, ഇതിനുള്ള നിയമ നടപടി എന്തായാലും എടുക്കണം ബിഗ് ബോസ്, ഇതൊന്നും ശരിയായ കാര്യമല്ല, ഞങ്ങളോട് അലൗഡ് അല്ല കൊണ്ടുവെക്കുക എന്ന് പറയാം, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് എറിയേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ലിവിങ് റൂമിൽ തന്നെ ഇരുന്നിട്ട് ജിഷിൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും എണീച്ച് പോയതിനു ശേഷം ആദിലയും ഷാനവാസും വന്ന് അക്ബറിനോട് സംസാരിക്കുന്നുണ്ട്, എന്താ അങ്ങനെ ചെയ്യണത്, നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞത് നമ്മൾ അങ്ങനെ ചെയ്തു, ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ബിഗ് ബോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബസർ അടിക്കുന്നതിന് മുമ്പ് ആരാണോ പുറത്തിറങ്ങിയത് അതിന് ബസർ അടിക്കണ സമയത്താണ് ജിഷിൻ്റെ കാല് പുറത്തുള്ളൂ, അതിന് മുമ്പ് അവർ പുറത്ത് എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർക്കാൻ ആരുമില്ല, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇത് വേണം എന്നുള്ള എല്ലാവരും ഒരു ടീമായിരുന്നു, നമ്മൾക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, ഇവർ കയ്യിൽ കൊണ്ടുവരുന്നത് നമുക്കുള്ള പണിയാണ്. ഇപ്പം നമുക്ക് പണി ഓൾറെഡി കിട്ടി, ഇനിയും ഇവർ ബോംബും കൊണ്ട് വന്നാൽ വീണ്ടും പണികളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരിനെ ഒഫൻഡ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ അത് കേറ്റാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് അവിടെ ചെയ്യേണ്ടത് എന്നാണ് അക്ബർ പറയുന്നത്. ശരിയാണ്, അത് അവരുടെ ഗെയിമാണ്, അത് നല്ലൊരു ഗെയിമായിരുന്നു അക്ബർ കാണിച്ചത്. കാരണം അവരിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ വീട്ടിനകത്തേക്ക് അവർക്ക് തന്നെ അറിയാം, ചിലപ്പോൾ അവരുടെ സാധനങ്ങളല്ലേ വിട്ടുകൊടുക്കാം എന്ന് വിചാരിച്ചാൽ കയറി വരുന്നത് അവർക്കുള്ള പണിയാണ്. അപ്പം അതിനെ വേണ്ട എന്ന് വെച്ചത് നല്ലൊരു മൈൻഡ് ഗെയിമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അടുത്തതായി കാണിച്ചതാണ് വീക്ക്ലി ടാസ്ക് കിരീട യുദ്ധം എന്ന് പറഞ്ഞിട്ട്, അതായത് 7 ടീമായി തിരിക്കണം, 7 ടീമിനും 7 കളർ ക്യാപ്പ് ഉണ്ടാവും, ഈ ക്യാപ്പ് പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഗെയിം. 6 റൗണ്ടുകളായിട്ടാണ് നടക്കുക. ഇതിൽ ജയിക്കുന്ന ടീമുകൾക്ക് കുറച്ച് സവിശേഷതകൾ, അതായത് കുറച്ച് പവറൊക്കെ കിട്ടും. പവർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പവറാണ് സൂപ്പർ നോമിനേഷൻ, അതായത് ഇനി വരുന്ന 3 ആഴ്ചയിൽ നേരിട്ട് നോമിനേഷൻ ചെയ്യാനുള്ള അവസരം, അതായത് ആരിനെങ്കിലും നേരിട്ട് 3 ആഴ്ചയിലേക്ക് നേരിട്ട് നോമിനേഷൻ ചെയ്യാം ഈ പവർ കിട്ടിയവർക്ക്. അടുത്ത പവറാണ് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, അതായത് 3 ആഴ്ചയും നോമിനേഷനിൽ പെടാണ്ട്
രക്ഷപ്പെടാൻ പറ്റും. അടുത്ത പവറാണ് സൂപ്പർ ഫാമിലി പവർ. അതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഫാമിലിയൊക്കെ കയറി വരുമ്പോൾ ഒരു ദിവസമേ ഇവരുടെ കൂടെ താമസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ജയിച്ച ടീമിൻ്റെ ഫാമിലിക്ക് ഒരാൾക്ക് ഒരു വീക്ക് നമ്മുടെ ഫാമിലിയെ കൂടെ താമസിപ്പിക്കാവുന്നതാണ്. ഇതായിരുന്നു 3 പവർ. 7 പേരാക്കിയിട്ട് 7 ടീമാക്കിയിട്ട് തിരിച്ചു ഒരു ടീമിൽ 3 പേര് എന്നുള്ള രീതിയിൽ നമ്മുടെ ബിഗ് ബോസ് ഇവിടെ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ടീം തിരിക്കാനൊക്കെ നമ്മളെ കണ്ടസ്റ്റൻസിനെ തന്നെയാണ് ഏൽപ്പിക്കാം. ഇപ്രാവശ്യം ബിഗ് ബോസ് തന്നെ ടീം തിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീം തിരിച്ചത് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ടീമായി വന്ന് ലക്ഷ്മി, ജിഷിൻ, നിവിൻ. അതായത് ജിഷിനും നമ്മുടെ ലക്ഷ്മിയും എന്നും വഴക്കാണ്. അവരെ കൊണ്ടുപോയി തന്നെ ഒരു ടീമാക്കി ഇട്ടിട്ടുണ്ട്. അതിൽ ക്യാപ്റ്റനായി വന്ന് നിവീനാണ്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ക്യാപ്റ്റൻ്റെ തലയിലാണ് തൊപ്പി ഇരിക്കുക, ബാക്കി 2 പേര് സഹായികൾ. ഈ സഹായികൾ വേണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തൊപ്പി പിടിച്ചുകൊണ്ട് വരാൻ. തൊപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു ഹുക്കുണ്ട്, ഹാങ്കർ, അതിൽ കൊണ്ടുവന്നിട്ട് ഈ തൊപ്പി ഇങ്ങനെ ഇതാക്കണം, കൊളത്തിയിടണം. അപ്പോൾ കൊളത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ലോക്കാണ്. അങ്ങനെ കൂടുതൽ തൊപ്പി കിട്ടുന്ന ടീമാണ് വിജയിക്കുന്നത്. അവർക്കാണ് ഈ പവേഴ്സ് കിട്ടുള്ളൂ. പ്രത്യേകം ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്യാപ്റ്റനായി എടുക്കുന്ന ആള് നിങ്ങൾക്ക് കിട്ടുന്ന പവേഴ്സ് എങ്ങനെയെന്ന് വീതിച്ച് നൽകാൻ കൂടെ ഇതുള്ള ആളായിരിക്കണം. അതായത് അയാൾക്ക് വീതിച്ച് നൽകണം എന്ന് ക്യാപ്റ്റൻ വിചാരിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ പവർ വീതിച്ച് നൽകുള്ളൂ. അപ്പോൾ പ്രത്യേകം വീണ്ടും ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ക്യാപ്റ്റനാക്കുന്ന ആളെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അനൗൺസ് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിവിനാണ് അതിലെ ക്യാപ്റ്റൻ. അപ്പം എല്ലാവരും പ്രത്യേകം പറയുന്നുണ്ട്, ചതിക്കില്ലല്ലോ, ജയിച്ചാൽ ഞങ്ങൾക്കും തരുമല്ലോ പവർ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരുടെയും ക്യാപ്റ്റനാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത ടീമായിട്ട് വന്നതാണ് അക്ബർ, രേണു സുധി, ഷാനവാസ്. ആലോചിച്ചു, ഷാനവാസ്, അക്ബർ, ഇവർ 2 പേരും ഫൈറ്റ് ആയിരുന്നു ഇന്നലെ കുറച്ച് സംസാരിച്ചത്. അപ്പോൾ ഇവർ 2 പേരിനെയും ഒരു ടീമാക്കി, കൂടെ രേണു സുധിനെയും. അതായിരുന്നു ശരിക്കും പവർഫുൾ ടീമായിട്ട് തോന്നിയത്. അവരിൽ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന രേണുവാണ്. രേണുവിൻ്റെ തലയിലാണ് ക്യാപ്പ് വേണ്ടത്. അടുത്ത വന്നത് ജിസേൽ, അനിമോൾ, ശൈത്യ. ഫസ്റ്റ് അവർ അനിമോളിനെ ടീമാക്കി. എന്നിട്ട് പിന്നെ മസ്താനി പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഗെയിമായി കാണണം, നിങ്ങളുടെ വൈരാഗ്യം വെച്ച് കളിക്കരുത്, ക്യാപ്പ് സംരക്ഷിക്കാൻ പറ്റുന്ന ആൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചപ്പോഴാണ് അവർ പോയിട്ട് ജിസേലിനെ ജിസേലാണ് ക്യാപ്റ്റൻ, അനിമോളല്ല ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ആക്കിയത്. അടുത്ത ടീം വന്നാണ് മസ്താനി, റന, ഫാത്തിമ, ആര്യൻ. ആ ടീമിൽ മസ്താനിനെ ആയി ക്യാപ്റ്റൻ. അടുത്ത ടീം ശരത്ത്, അനീഷ്, സാബുമൻ. ആ ടീമിൽ അനീഷ് ആയിരുന്നു ക്യാപ്റ്റൻ. അടുത്ത ടീം വന്നാണ് ബിന്നി, നൂറ, അഭിലാഷ്. നൂറയാണ് ക്യാപ്റ്റൻ. ആദില, ഓണിയൽ, പ്രവീൺ. അതായിരുന്നു ഒരു ടീം. അവരിൽ ക്യാപ്റ്റൻ ഓണിയലായിരുന്നു. അപ്പം ഈ ക്യാപ്റ്റനാക്കുന്ന എല്ലാവരും പ്രത്യേകം പറയുന്നത് ചതിക്കില്ലല്ലോ. കാരണം എല്ലാം ഓപ്പോസിറ്റ് ആളുകളെയാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടിരിക്കണം. ഒരു ഗ്രൂപ്പിനെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ അക്ബറിനെയും ശരത്തിനെയൊക്കെ ഒരു ഗ്രൂപ്പിലിടണം. പക്ഷെ അതെല്ലാം ചെയ്തത് ഓപ്പോസിറ്റ് ആരൊക്കെയാണ് ഫൈറ്റ് ഉള്ളത് അവരിനെയൊക്കെ ഒരു ടീമിൽ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് ബിഗ് ബോസ്. ഒരു ദിവസം ഒരാളുടെ തൊപ്പിയെ എടുക്കാൻ പാടുള്ളൂ, അതായത് ഒരു ഗ്രൂപ്പിനെ ഔട്ടാക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബസർ ടു ബസറാണ് ടാസ്ക്. ഒരു ബസർ അടിക്കുമ്പോൾ ഇതായും കൊണ്ടിരിക്കണം, പക്ഷെ മൂവ് ആയും കൊണ്ടേ ഇരിക്കണം. ഒരു ഭാഗത്ത് തന്നെ നിൽക്കാൻ പാടില്ല. 3 പേരും ഒരുമിച്ച് നടക്കണം. ഈ ഇതിലുള്ള ഗ്രൂപ്പിലുള്ള 3 പേരും ഒരുമിച്ച് നടക്കണം, എവിടെയും നിൽക്കാൻ പാടില്ല, മൂവിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെയായിരുന്നു. ഇത് ടാസ്ക് തുടങ്ങി പിടിയും വലിയായി. എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാപ്പ് ഇങ്ങനെ തലയിൽ ഇട്ടിട്ട്, ഈ പെൺപിള്ളേരൊക്കെ എന്താ ചെയ്യുന്നത്, മുടിൻ്റെ ഇടയിൽ കൂടെ ക്യാപ്പ് ഇട്ടിട്ട് നല്ല സ്ലൈഡൊക്കെ തിരികെ വെച്ച് ബണ്ണൊക്കെ ഇട്ട് സേഫ്റ്റി ആയിട്ട് വെച്ച്, നമ്മുടെ ജിജയിലൊക്കെ അങ്ങനെയാണ് ചെയ്തത്. രേണു സുധിൻ്റെ തലയിൽ ക്യാപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, പടച്ചോണെ ഇതെങ്ങാനും വലിച്ചൂരിയിട്ട് പോയാൽ ആ മുടിയും ക്യാപ്പും എല്ലാം കൂടെ വന്നാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അമ്മാതിരി വലിയും പിടിയൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞാണ്, ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല, ഓട്ടമത്സരമല്ല, ശ്രദ്ധിച്ച് കളിക്കണം എന്നൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല പിടിയും വലിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അനീഷിൻ്റെയും ശരത്തിൻ്റെയും ടീമായിരുന്നു. ഭയങ്കര കോമഡിയാണോ അതെന്താണ് പറയുക, ഭയങ്കര ഫിസിക്കൽ ഇതായിട്ട് തോന്നിയത് അവരുടെ ടീമാണ്. കാരണം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അനീഷ് ഒരു ബെഡിലിരുന്നു, ഇവർ ഈ പുതപ്പ് വെച്ചിട്ട് ഇങ്ങനെ മൂടിയിരിക്കണം. അപ്പം ഈ മൂടുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വരുന്ന ടീമുകാർ ഈ പുതപ്പ് മാറ്റിയിട്ട് അനീഷിനെ പിടിച്ച് വലിക്കാൻ നോക്കണമെങ്കിൽ അനീഷിനെന്ന് വെച്ചാൽ ക്യാപ്പ് പിടിച്ച് വലിക്കാൻ നോക്കണം. അപ്പോൾ വലിക്കുന്ന ടൈമിൽ നമ്മുടെ ശരത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അനീഷിൻ്റെ തലയിൽ കയറി ഇരിക്കുകയാണ്. നമ്മൾ കസാരയിലൊക്കെ ഇരിക്കണം. ഒരാൾ ഇങ്ങോട്ട് പ്രഷർ തരുമ്പോൾ
ഒരാൾ ഇങ്ങോട്ട് പ്രഷർ തരുന്നു, അപ്പോൾ നമ്മുടെ മേത്ത് പ്രഷറുണ്ട്. ഈ പ്രഷറും കൊണ്ട് നമ്മൾ ഒരാളുടെ തലയിൽ കയറിയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും അനീഷിന് നല്ലപോലെ ഇത് ഇഞ്ചുറി ആയിട്ടുണ്ട്. കാരണം തലയിലാണ് കയറിയിരുന്നേക്കുന്നത്. മറ്റുള്ള ഗ്യാങ്ങുകാരല്ല, സ്വന്തം ഗ്യാങ്ങിലത്തെ ആൾ ഇതാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മറ്റേ നമ്മുടെ ലക്ഷ്മിയൊക്കെ വന്നിട്ട് പിടിച്ചു വലിക്കാനൊക്കെ നോക്കുന്നുണ്ട്, കിട്ടണില്ല. അതിൻ്റെ തൊപ്പിൻ്റെ ഇതെടുത്തിട്ട് കൊണ്ട് ലക്ഷ്മി. അതിന് ശേഷം പിന്നെ ഷാനവാസ് വന്ന് തൊപ്പി പിടിച്ച് വലിക്കുന്ന സമയത്ത് അനീഷ് എടുത്ത് ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് തൊപ്പി തലയിലാണ് വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് വീണ്ടും ഈ അനീഷിൻ്റെ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ശ്വാസം മുട്ടിക്കരുതെന്ന്. അപ്പം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മേത്ത് കയറിയിരിക്കുക, അങ്ങനത്തെ മേത്തുമല്ല, നമ്മുടെ ശരീരത്താണെങ്കിലും പോട്ടെ, ഇത് തലയിലാണ് കയറിയിരിക്കുന്നത്. പിന്നെ നിവിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിവിൻ മെല്ലെ സേഫായിട്ട് മെല്ലെ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന് അവൻ എങ്ങനെ സേഫായിട്ട് അവരുടെ അടുത്ത് നിന്ന് ആരും പിടിച്ചു വലിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ സേഫാണ്, അവനവിടെ പോയി ഇരുന്ന്. ബാക്കി എല്ലാവരും പിടിയും വലിയ നമ്മുടെ രേണുസുതിക്കും അനീഷിനാണ് കൂടുതൽ ഒരുപാട് പിടിയും വലിയൊക്കെ കിട്ടിയത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടപ്പായി. അനീഷിൻ്റെ തൊപ്പീൻ്റെ പകുതി കൊണ്ടുപോയിട്ട് ഷാനവാസ് ഹാങ്കറിൽ തൂക്കി. അപ്പോൾ ഷാനവാസിൻ്റെ ടീം ജയിച്ചു. അനീഷ് അവിടെ കിടപ്പായി. ഈ രേണുസുതിനെ ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് ആ ചേച്ചി കുഴപ്പമില്ലല്ലോ പറഞ്ഞിട്ട് അനു അങ്ങനെ കെട്ടിപ്പിടിച്ചതും രേണുസുതി ആ സ്റ്റെപ്പിൽ നിന്ന് അങ്ങനെ വീണ് പിന്നെ അങ്ങനെ നമ്മുടെ കൺഫെഷൻ റൂമിലൊക്കെ കൊണ്ടുപോയി വന്നു. അതുപോലെ അനീഷിൻ്റെ മൂക്കൊക്കെ മുറിഞ്ഞു, മോതിരം തട്ടി, ലക്ഷ്മിയുടെ മോതിരം തട്ടി, നഖം തട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ലക്ഷ്മി ഭയങ്കര റോങ് ഗെയിമാണ് കളിക്കുന്നത്. എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഭയങ്കര ഫിസിക്കലായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, നഖവും മോതിരവും കൊണ്ടൊക്കെയാണ് തട്ടിക്കുന്നത്. അതുപോലെ ആര്യന് എല്ലാവരുടെ അടുത്തേക്കും പോകുമ്പോൾ ആര്യനോട് എല്ലാവരും ഇത് ഫിസിക്കൽ ഗെയിമല്ല, ഇത് ഫിസിക്കൽ, അപ്പോൾ ആര്യനെ അവിടെ നിന്ന് വിട്ടുകൊണ്ട് പോകും. അങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്നും ആര്യന് പിടിച്ച് വലിക്കാൻ പോകും. അപ്പോൾ എല്ലാവരും ഇത് ഫിസിക്കൽ ഗെയിമല്ല എന്ന് പറയുമ്പോൾ വിട്ടുകൊണ്ട് പോകും. അങ്ങനെയാണ് ഗെയിം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അനീഷിനെയും രേണുസുതിനെയൊക്കെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ആര്യൻ പറഞ്ഞത് രേണുസുതിനെ തൊടുമ്പോഴേക്കും സുധിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ പോവും രേണു എന്നുള്ള കോമഡി പറഞ്ഞത് അതിനുശേഷമാണ്. എന്നിട്ട് തന്നെ പറയുന്നുണ്ട് ഏത് സമയവും ഷുഗറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ബോഡി വീക്കായിരിക്കുന്നത്. നാളത്തെ ഗെയിമും കൂടെ കഴിഞ്ഞാൽ രേണു സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നു ജിഷിനോട് പറയുന്ന സമയത്ത് ജിഷിൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അക്ബർ വരുന്നുണ്ട്, എന്താ പറഞ്ഞേ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ആര്യം പറയേണ്ട അല്ല നാളത്തെ ഗെയിമും കൂടെ കഴിഞ്ഞാൽ രേണു ചേച്ചി സുധിയേട്ടൻ്റെ അടുത്തേക്ക് പോവും, അത്രയേ ഉള്ളൂ എന്നുള്ള പറഞ്ഞു. അപ്പം അക്ബർ പറയുന്നുണ്ട് ഇല്ല അങ്ങനെ പറയണ്ട, നീ അങ്ങനെ പറയുന്നത് വളരെ റോങ് ആണ്, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് നീ പോടാ അക്ബറെ, ഞാൻ ഒരു തമാശ പറഞ്ഞാലേ ഇനിയും ഞാൻ പറയും സുധിയുടെ അടുത്തേക്ക് പോകും, അത് ഇതില്ലാത്തതുകൊണ്ടല്ലേ പറയണത്, നാളത്തെ ഗെയിമും കൂടെ കഴിയട്ടെ അപ്പം നമുക്ക് കാണാം എന്താന്ന്. അപ്പം ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന ആരാന്ന് വെച്ചാൽ ശരത്തും ജിഷിനും. അവരുടെ തമാശ പറഞ്ഞാലേ അതിനെന്തിനാ പത്രസ്. അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് തമാശയാണോ, ഈ രീതിയിലാണോ തമാശ പറയുന്നത്? സുധിയുടെ അടുത്ത് പോകും, സുധി എവിടെയാണ്? നിങ്ങൾ ആലോചിക്കുക, സുധി എവിടെയാണ്? സുധിൻ്റെ അടുത്തേക്കാണ് രേണു പോകുന്നതാണ് പറയുന്നത്. എന്താണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ തമാശയായിട്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇവനിക്കെല്ലാം തമാശയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ന്യൂറ വരുന്നുണ്ട്, റോങ് ആണ് നീ പറഞ്ഞത്, തമാശയാണെങ്കിൽ ഇങ്ങനത്തെ തമാശ പറയരുത്, വീക്കാണ് എന്ന് പറയാം, പക്ഷേ സുധിയേട്ടൻ്റെ അടുത്തേക്ക് പോവും എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കരുതെന്ന് ഷാനവാസ് അനുമോൾ എല്ലാവരും വന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ വന്നിട്ട് ഈ ജിഷിനും ശരത്തും വന്നിട്ട് ഇത് അവൻ തമാശ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഈ ശരത്തിന് ദേഷ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനെ അക്ബറിനെ ഒരു ഗ്യാങ്ങിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവരുടെ ഗ്യാങ്ങിനെ ജയിക്കുകയും ചെയ്ത് ശരത്തിൻ്റെ ഗ്യാങ്ങിനെയാണ് തൊപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അവർ ഔട്ടാവുകയും ചെയ്തു. അപ്പം അതിൻ്റെതായ ദേഷ്യം ശരത്തിനുണ്ട്. ഇവർ രണ്ടുപേരെയും ടീമിൽ നിന്ന് മാറ്റണം എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തതായി കാണിച്ചതാണ്, അപ്പം എല്ലാവർക്കും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടല്ലോ. അപ്പം ഷാനവാസിൻ്റെ കയ്യിലും ഉണ്ട്, ഷാനവാസിൻ്റെ കൈയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിനോടും ശരത്തിനോടും വന്ന് പറയുന്നുണ്ട് ഇവൻ ഗെയിമിൻ്റെ വൈരാഗ്യത്തിൽ എന്നെ പിടിച്ച് കടിച്ച് മുറിയാക്കിയിരിക്കുകയാണ്. അനീഷിനെ പിടിച്ച് കളിക്കാൻ പോയപ്പോൾ കടിച്ച് മുറിയായി കയ്യിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അക്ബർ പറയേണ്ട നിങ്ങൾക്കൊരു കടിൻ്റെ ആവശ്യമുണ്ട്, ഇത് ഞാൻ തരണ്ടായിരുന്നു, അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇത് ബിഗ് ബോസിനോട് പറയണം, കാരണം ഇഞ്ചുറിയാണ്, മനഃപൂർവ്വം കടിച്ചാണ്. നമ്മൾ ഒരു ഗെയിം കളിക്കുമ്പോൾ
ഇതിന് വേണ്ടിയിട്ട് ചെയ്യണതും കടിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുറിയായിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിനോട് പറയുമ്പോൾ ഷാനവാസ് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ജിസേലിനും അനുമോൾക്കും മറ്റേ ജയിലിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ജയിലിലാക്കാൻ പോവുകയാണ്. ജയിലിലാക്കിയിട്ട് അപ്പം ജിസേൽ വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലും ഇങ്ങനെയാണോ, വാശിക്കാരി തന്നെയാണോ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും പറയുമോ എന്തും ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, വാശിയൊക്കെ ഉണ്ട്, ഇങ്ങനെ എല്ലാം എന്നാലും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്താണ് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത്, നിനക്ക് ഇത്രയും എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു മാപ്പ് പോലും ചോദിക്കാൻ തോന്നുന്നില്ലല്ലോ, ഇത്രയും അലിഗേഷൻസൊക്കെ നീ എന്നെക്കുറിച്ച് പറയുന്നില്ലേ, നീ പറയുമ്പോൾ നിനക്ക് ജയിക്കാൻ വേണ്ടി നീ എന്തും പറയുന്നു, അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഇമോഷൻ എന്താണെന്ന് നീ എന്താ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്നൊക്കെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നീ ജിസേൽ ഒരു കാര്യം ചെയ്യണം, ജിസേൽ വീട്ടിൽ പോയി ഇതിൻ്റെ എപ്പിസോഡൊക്കെ ഫുള്ളും കാണണം, കണ്ടിട്ട് എന്നെ വിളിക്കണം, ജിസേൽ എന്നെ വിളിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ജിസേൽ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു അലിഗേഷനാണ് നീ എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം നടന്നിട്ട് പോലുമില്ല, അതിനെക്കുറിച്ചാണ് നീ പറയുന്നത്, നിനക്കൊരു സോറി എന്നോട് പറഞ്ഞോട് ചോദിക്കുമ്പോൾ പറയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജിസേല പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടാവും, എല്ലാ സിനിമയിലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ കാണിക്കും, എല്ലാം റോങ് ആയി ചെയ്യുന്ന ഒരാൾ, നെഗറ്റീവായി ചെയ്യുന്ന ഒരാൾ അപ്പുറത്ത് പോയി ഇരുന്നിട്ട് കരഞ്ഞ അയ്യോ പാവം കിട്ടും എന്നുള്ള കാർഡല്ലേ നീ ഇവിടെ ഇറക്കുന്നത്, കുറച്ചൊക്കെ ഇതായിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാർഡ് ഇറക്കേണ്ട കാര്യം എന്താണ്, ഗെയിം കളിക്കുമ്പോൾ ഗെയിമായിട്ട് കളിക്കണം, നീ ഇപ്പം എന്നെ എന്തൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ പോയി എവിടെയെങ്കിലും പോയിരുന്ന് കരയുന്നുണ്ടോ, കാരണം ഞാൻ സ്ട്രോങ് പ്ലെയർ ആണ്, അതുകൊണ്ട് എനിക്ക് കരയേണ്ട ആവശ്യമില്ല, ഞാൻ ഉള്ള കാര്യം പറയാം എന്നുള്ള രീതിയിലേക്ക് ജിസേലും പറഞ്ഞിട്ട് അനുമോള് വീണ്ടും കരയണം. അപ്പോൾ വീണ്ടും ജിസേൽ പറയണം, നീ ഇങ്ങനെ കരയേണ്ട ആവശ്യം എന്താണ്, ഞാൻ എൻ്റെ കാര്യമല്ലേ പറയണത്, നീ ഇങ്ങനെ എല്ലാം നെഗറ്റീവ് ചെയ്തിട്ട് ഈ കരഞ്ഞ് കാണിച്ചിട്ട് അയ്യോ പാവം മേടിക്കണ കാർഡ് എന്തിനാണ് വാങ്ങാൻ നിൽക്കണത് എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില ശൈത്യ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ പൗഡർ റൂമിലിരുന്നിട്ട് ആദില പറയുന്നുണ്ട്, എല്ലാം അവൾക്ക് കണ്ടൻ്റാണ്, ഒരു ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ഒരു കണ്ടൻ്റാണ്, ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു കണ്ടൻ്റാണ്, കരയുന്നതൊരു കണ്ടൻ്റാണ്, ആര്യനും അവളും തമ്മിലുള്ള ഒരു കോംബോ പോലെ കളിക്കുന്നത് അതും അവളുടെ കണ്ടൻ്റാണ്, ഈ വീട്ടിൽ എന്തും അവൾക്കൊരു കണ്ടൻ്റാണ്, ഇവിടുന്ന് കിട്ടുന്ന ഓക്സിജൻ മാത്രമാണ് കണ്ടൻ്റ് അല്ലാത്തത് അവൾക്ക്, അതെനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ അതിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ഇനി മുതൽ ഞാൻ നന്നായി കളിക്കാൻ പോവുകയാണ്, എനിക്കൊരു കംബാക്ക് കൊടുക്കണം, എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, അനുമോളുടെ സാരി തുമ്പി പിടിച്ച് നടന്നോ, അപ്പോൾ എന്തായാലും എൻ്റെ ഗെയിം മാറ്റാൻ പോവുകയാണ്, ഞാനൊരു കംബാക്ക് കൊടുക്കാൻ പോവുകയാണ്, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, അതുമാത്രമല്ല അവളുടെ കയ്യിലുള്ള ഒരു പാവുണ്ടല്ലോ അതുകൂടെ അവൾക്ക് കണ്ടൻ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. റിവ്യൂ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.